ഹലോ, ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിപ്പേനിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു കോഴിപ്പേനിനെ കുറിച്ച് പറയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ചികിത്സ, അതെങ്ങനെ പ്രതിരോധിക്കാം, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് കോഴി ഫാമിൽ കണ്ടുവരുന്ന, കോഴികളുള്ള വീട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കോഴിപ്പേന്. അതുണ്ടാവുക എവിടെയാണെന്ന് വെച്ചാൽ കോഴികളുടെ തൂവലുകൾക്കിടയിൽ, അതേപോലെ അവരെ ശരീരത്തിൽ രക്തം, അതേപോലെ ചർമ്മത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചിട്ട് കോഴികളെ ചത്തുപോകുന്നൊരവസ്ഥയിലേക്ക് വരും. ഇത് ഇവരുടെ തൂവലിൻ്റെ അടിയിലും ഒക്കെ നന്നായിട്ടുണ്ടാവും. അത് നമ്മൾ കോഴികളെ തൂവലൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് തരം കോഴിപ്പേന് പോലെ ഉണ്ട്. ഒന്ന് ചെറുതുണ്ടാവും, നന്നായിട്ട് ചെറിയ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോഴിപ്പേൻ ഉണ്ടാവും. പിന്നുള്ള കോഴിപ്പേൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളൊരു കോഴിപ്പേനുണ്ട്. ഇത് രണ്ടും കോഴികളുടെ രക്തം ഊറ്റി കുടിച്ച് അവരെ അങ്ങനെ ശരീരം അങ്ങനെ ശോഷിച്ച് അവരങ്ങനെ ചത്തുപോവുക ചെയ്യുക കേട്ടോ. പിന്നെ അതാണ് നമ്മളെ കോഴിപ്പേന്. അപ്പോൾ നമ്മൾ അടവിക്കണ കോഴികളുടെ മേത്തൊക്കെ ഏറെ ഉണ്ടാവും ഈ കോഴിപ്പേന്. പിന്നെ കോഴിപ്പേൻ എങ്ങനെ പടരുക എന്ന് ചോദിച്ചാൽ, ഒരു കോഴിയിൽ നിന്ന് മറ്റൊരു കോഴിയിലേക്ക് പടരുക തന്നെയാണ് കേട്ടോ അത് ചെയ്യുക, അല്ലാതെ വേറെ ഇതല്ല. പിന്നെ ഒരു പടരുന്നൊരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ പുതിയ കോഴികളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ ഫാമിലേക്ക് ഒരു പുതിയ കോഴിനെ ഇപ്പോൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴിക്ക് കോഴിപ്പേൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ മുഴുവൻ കോഴികൾക്കും അത് സംഭവിക്കും. പിന്നെ ഒന്നോ രണ്ടോ കോഴികളെ വളർത്തുന്നവർക്കാണെങ്കിൽ കോഴിപ്പേൻ വന്നാൽ വലിയ റിസ്ക് ഇല്ല, അത് പ്രശ്നമില്ല. പക്ഷേ നമ്മളെയൊക്കെ പോലെ കൂടുതൽ കോഴി വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കോഴിക്ക് കോഴിപ്പേൻ വന്നു കഴിഞ്ഞാൽ ഈ ഫുള്ള് കോഴിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മരുന്ന് കൊടുക്കണമെങ്കിലോ ഒരു കോഴിനെ മരുന്നിൽ മുക്കണമെങ്കിലോ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും കോഴിപ്പേൻ വരുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ കോഴിനെ വാങ്ങുമ്പോൾ നമ്മൾ ആ കോഴിക്ക് കോഴിപ്പേൻ ഉണ്ടോ എന്ന് നമ്മൾ തൂവലൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി ശരിയാക്കിയിട്ട് വേണം നമ്മളെ ഫാമിലേക്ക് ഇടാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതിയ കോഴികളെ വാങ്ങുമ്പോൾ നിങ്ങൾ ക്വാറൻറ്റൈൻ വെക്കണം എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ കോഴിപ്പേൻ ഉണ്ടോ, കോഴിക്ക് അസുഖം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒരാഴ്ച വേറെ കൂട്ടിലിട്ടിട്ട് ആ കോഴിക്കകത്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോഴിയുടെ കൂട്ടത്തിൽ കൂടെ വിട്ടാൽ മതി. അതാണ് ക്വാറൻറ്റൈനിൽ കോഴികളെ വെച്ചാലുള്ളൊരു ഗുണം. പിന്നെ ഇത് നമ്മളെ കോഴികൾക്ക് പടരുക, നമ്മളെ പ്രാവ്, അതേപോലെ ഈ ലവ് ബേഡ്സ്, കുരുവികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് ഈ കോഴിപ്പേൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കോഴികൾക്ക് പടരും. പിന്നെ മെയിനായിട്ട് കോഴിപ്പേൻ ഉണ്ടാകുന്നൊരു സമയം എന്ന് വെച്ചാൽ നമ്മുടെ മഴക്കാലമാണ്. നമുക്ക് മഴക്കാലം തുടങ്ങി ഇനി നമ്മളെ ഫാമിൽ കോഴിപ്പേനും അതേപോലെ വൃത്തിയില്ലായും കൊതുകും അതും ഇതും, കാരണം വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ആയിട്ട് കോഴി ഫാമുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ ഈർപ്പുള്ള സ്ഥലത്തൊക്കെ കോഴിപ്പേൻ നന്നായിട്ടുണ്ടാവും. അതേപോലെ വായുസഞ്ചാരം കുറവുള്ളിടത്തും ഒക്കെ ഈ പേന് വ്യാപിക്കാൻ ഇതൊരു കാരണമാണ്. പിന്നെ കോഴികൾക്ക് പേനുണ്ടെങ്കിലുള്ള ലക്ഷണം, ആ കോഴിക്കുള്ള ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, കോഴിയുടെ ശരീരത്തിൽ കോഴി എപ്പോഴും ഇങ്ങനെ അതിൻ്റെ കൊക്കൊണ്ട് ഇങ്ങനെ നിരന്തരം കൊത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. ചിറകുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുലുക്കിയിട്ട് അവർക്ക് ഇറിറ്റേഷൻ വരികയാണ്. കാരണം ഈ പേനിങ്ങനെ ശരീരത്തിൽ ഇഴഞ്ഞിങ്ങനെ നടക്കും. അപ്പോൾ നമ്മുടെ തലയിൽ തന്നെ പേനുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാല്ലേ, നമ്മളെപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ ഇതാക്കിക്കൊണ്ടില്ല. അതേപോലെ തന്നെയാണ് അവർക്കും. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ശരീരം കുലുക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തൂവൽ കൊഴിയാൻ തുടങ്ങും. കാരണം കൊഴിയണ എങ്ങനെയാ വെച്ചാൽ ഇവരിങ്ങനെ തൂവൽ ഇങ്ങനെ കൊക്കൊണ്ട് ഇങ്ങനെ ചീകിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ഇത് കടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ തൂവൽ കൊഴിയും. അതേപോലെ ശരീരഭാരം കുറയും. ശരീരഭാരം എങ്ങനെ കുറയാന്ന് വെച്ചാൽ, ഈ പേനുകൾ രക്തം കുടിക്കുകയാണല്ലോ. രക്തം കുടിക്കുമ്പോൾ ഇവരുടെ രക്തം ഒന്നും രണ്ടും പേനൊന്നുമല്ലല്ലോ, ആയിരക്കണക്കിന് പേനുണ്ടാവും അവരുടെ ശരീരത്തിൽ. അപ്പോൾ ഒരുമിച്ച് രക്തം കുടിക്കുമ്പോൾ അവരെ രക്തം ഇങ്ങനെ കുടിക്കുമ്പോൾ ശരീരഭാരം കുറയും. പിന്നെ അതേപോലെ മുട്ട ഇടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ മുട്ടുൽപാദനം കുറയും. കാരണം സ്ട്രെസ്സാണല്ലോ ഇവർക്ക്. ഈ ഇറിറ്റേഷൻ കാരണം കൊണ്ട് അവരെ ചോര ഊറ്റി കൊടുക്കണമെന്നും കൊണ്ട് മുട്ടുൽപാദനം കുറയും. പിന്നെ നല്ല ക്ഷീണം ഉണ്ടാവും. കോഴികൾക്ക്. എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവരുടെ ഈ കോഴിപ്പേൻ ഇങ്ങനെ കുടിക്കണ കാരണം കൊണ്ട്, കോഴിപ്പേൻ ഇങ്ങനെ രക്തം ഊറ്റി കുടിക്കണ കാരണം കൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മുട്ടോൽപാദനം കുറയും. പിന്നെ തൂവലിൻ്റെ അടിഭാഗത്തും പിന്നെ ഈ കോഴികളുടെ തൂവലിങ്ങനെ പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ വെള്ള നിറത്തിലുള്ള മുട്ടകളൊക്കെ കാണാം. അതെന്താ വെച്ചാൽ ഈ കോഴിമുട്ട, ഈ കോഴിപ്പേന് മുട്ടിട്ട് വിരിയാണ്. അങ്ങനെ വിരിഞ്ഞുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്നിങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ കോഴിപ്പേൻ എങ്ങനെയാണ് കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ചിറകിനടിയിലുണ്ടാവും. ഇതൊക്കെ പ്രത്യേകം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കോഴിപ്പേൻ എവിടെ കൂടുതലായി കാണുന്നത് വെച്ചാൽ ചിറകിനടിയിലുണ്ടാവും. പിന്നെ ഈ കഴുത്തിന് ചുറ്റും കാണും.
കഴുത്തിന് ചുറ്റും നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കോഴിപ്പേന് കണ്ടുപിടിക്കാൻ പറ്റിയത് ചിറകിനടിയിലുണ്ടാവും, കഴുത്തിന് ചുറ്റുണ്ടാവും, പിന്നെ ഈ വാലിൻ്റെ അടിയിലുണ്ടാവും, പിന്നെ ഈ പിൻഭാഗത്തുണ്ടാവും. അവരുടെ ഈ ഇതിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ബാക്ക് ഭാഗം, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കോഴിപ്പേൻ കാണാൻ പറ്റും കേട്ടോ. പിന്നെ കോഴിപ്പേൻ മൂലമുള്ള നഷ്ടം എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ കോഴിപ്പേൻ കോഴികൾക്ക് വന്നാൽ നമ്മളെ ഫാമിൽ നഷ്ടം പറ്റിയ എങ്ങനെയെന്ന് വെച്ചാൽ, പേന് ബാധിച്ച കോഴികൾക്കൊക്കെ സമ്മർദ്ദം കൂടുതലായ കാരണം കൊണ്ട്, സ്ട്രെസ്സ് കൂടുതലായ കാരണം കൊണ്ട് അവരെ മുട്ടോൽപാദനം കുറയും. അപ്പോൾ നമ്മളെ വരുമാനം കുറയും. പിന്നെ അവർ വളർച്ച മുരടിക്കും. അവർക്ക് പേന് കടിച്ച് അവരെ രക്തമൊക്കെ ഊറ്റി കുടിക്കുന്ന സമയത്ത് അവരെ വളർച്ച മുരടിക്കും. പിന്നെ ഇറച്ചിക്കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇറച്ചിക്ക് മാത്രം വളർത്തുന്ന കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാരം കുറയും. അപ്പോൾ നമുക്കതിൽ നഷ്ടം സംഭവിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഫാമിൽ നഷ്ടം സംഭവിക്കും. അങ്ങനെ അവരങ്ങനെ ഇത് വന്ന് ചത്തുപോകും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കോഴിക്ക് കോഴിപ്പേൻ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ ഒരു കോഴി നന്നായിട്ട് ഇങ്ങനെ വളർത്ത് അതേപോലെ ക്ഷീണിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കോഴിപ്പേൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണതിന് കുഴപ്പമൊന്നുമില്ല. ചിറകും പെട്ടെന്ന് നോക്കാൻ വേണ്ടി കഴുത്തിൻ്റെ അവിടെ പിൻഭാഗത്ത് ചിറകിൻ്റെ അടിയിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ കോഴിപ്പേനുള്ള കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയും. അപ്പോൾ എന്താവും, പെട്ടെന്ന് രോഗം വരാൻ സാധിക്കും. അപ്പോൾ എല്ലാതും കൂടി ഒത്തു വരുമ്പോൾ എന്താവും, പെട്ടെന്ന് കോഴി ചത്തുപോകും. അതേപോലെ നല്ല ചെറിയ കോഴിക്കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ബാധിക്കും. പിന്നെ ഇവർക്ക് ഈ ബാധിച്ചവർക്കൊക്കെ രക്തം കുറയും. രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു നിസ്സാര ഒരു കോഴിപ്പേൻ കൊണ്ട് നമ്മളെ ഫാം വരെ തുടച്ച് നീക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനുള്ള ചികിത്സ എന്താണെന്ന് വെച്ചാൽ, കോഴിപ്പേന് കണ്ട കോഴിയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ കോഴിനെ മാറ്റിയിട്ട് വേറെ കൂട്ടിലേക്ക് ഇടുക. പിന്നെ എന്താ വെച്ചാൽ, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റുക. അതേപോലെ നിങ്ങൾ വേഗം പിന്നെ കൂട് വൃത്തിയാക്കുക. ഞാനൊക്കെ കൂട് വൃത്തിയാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പഴയ ലിറ്ററൊക്കെ മാറ്റുക. ഇപ്പോൾ ലിറ്റർ ഉമി വിരിച്ചതും അതേപോലെ ചിന്തേരി പൊടി ഇട്ടതൊക്കെ വെച്ചാൽ ലിറ്റർ മൊത്തം മാറ്റുക. എന്നിട്ട് കൂടൊക്കെ ഒന്ന് ഈ ഓലക്കൊടി കൊണ്ട് ചൂട്ട് കത്തിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മരക്കൂടൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ്. ഓലക്കൊടിയിൽ ചൂട്ട് കത്തിച്ചിട്ട് ആ കോഴിക്കൂട് മൊത്തം ഞാനൊന്നിങ്ങോട്ട് തീ കൊടുക്കും. തീ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തീ കൊടുക്കലുണ്ട്. പിന്നെ അണുനശീകരണം നടത്തുകയെന്ന് വെച്ചാൽ, അങ്ങനെ തീയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം, അങ്ങനെ കാളി കത്തിക്കാനല്ല പറയണം കേട്ടോ, നമ്മൾ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ ചൂട് കാണിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഈ ചെറിയ പ്രാണി ഇതല്ലേ അവർ ഇവൻ ചത്തുപോകും. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യുക, ആ കുമ്മായം എന്നിട്ട് അണുനശീകരണം നടത്തുകയെന്ന് വെച്ചാൽ ആ കൂട്ടിൽ പിന്നെ നമ്മൾ കുമ്മായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ, കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറ്റിനറി ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, കോഴികൾക്ക് എപ്പോഴും മണ്ണിൽ കുളിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ മണ്ണിലിങ്ങനെ അവർ കുളിക്കണം കണ്ടിട്ടില്ലേ, അപ്പോൾ ഒരു വിധമൊക്കെ കോഴിപ്പേൻ പോയി കിട്ടും. അതെപ്പോഴും നമ്മൾ അതിനൊരു സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഈ വേപ്പില ഉണക്കി പൊടിച്ചതുണ്ടല്ലോ, ഈ ആര്യവേപ്പിൻ്റെ എല്ലാം ഉണക്കി പൊടിച്ചത് പൊടി കൂട്ടിലിട്ട് കൊടുത്താൽ മാറും. പിന്നെ കൂടിനുള്ളിൽ നന്നായിട്ട് സൂര്യപ്രകാശം തട്ടുന്ന കൂടാണെങ്കിലും കോഴിപ്പൻ കുറയും. അങ്ങനെ കോഴിപ്പൻ്റെ ഇത് കുറയും. പിന്നെ നമ്മൾ പുകയില പൊടിച്ചിട്ട് കൂട്ടിൽ വതറി കൊടുത്തു കഴിഞ്ഞാൽ പോകുമെന്ന് പറയണേക്കാം. എന്താ വെച്ചാൽ, പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലൈറ്റിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടല്ലോ, ആ മരുന്ന് മേടിച്ച് കൊടുത്തിട്ട് ഒരു ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളത്തിൽ, അപ്പോൾ ലിറ്റർ വെള്ളത്തിൽ ഞാൻ എന്താ ചെയ്തെച്ചാൽ, ആ കുപ്പിത്തെ മരുന്ന് മൊത്തം അതിലൊഴിച്ചിട്ട് വലിയ ബക്കറ്റ് ഉണ്ടല്ലോ, 10 ലിറ്ററിൻ്റെ ഒക്കെ വലിയ പെയിൻറ്റ് ബക്കറ്റ്, ആ ബക്കറ്റിലേക്ക് ആക്കിയിട്ട് ഈ കോഴികളെ ഞാൻ തല മാത്രം മുങ്ങാതെ ഫുള്ള് മുക്കിയിട്ട് പുറത്തേക്ക് വിടലായിരുന്നു. പക്ഷെ വേനൽക്കാലത്ത് പുറത്തേക്ക് വിടുകയാണ് കേട്ടോ നല്ലത്. കാരണം മഴക്കാലത്ത് ഈ കോഴികൾക്ക് ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആകെ ഇരട്ടി, അതിനാലെ കോഴികൾക്ക് അസുഖം വരും. അപ്പോൾ വെയിലുള്ള സമയത്ത് മാത്രം കോഴികളെ മുക്കിയിട്ട് പുറത്തേക്ക് വിടുക. തല മാത്രം മുക്കാതെ മേല് മൊത്തം മുക്കുക. അങ്ങനെ എല്ലാ കോഴികളെയും, ഫാമിലുള്ള എല്ലാ കോഴികളും മുക്കിയിട്ട് പുറത്തേക്ക് വിടുക. വെയിലുള്ള ദിവസങ്ങളിൽ മാത്രം മുക്കിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഒന്നും കൂടി നോക്കിയിട്ട് ഒരു 5 6 അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഒന്നും കൂടി മുക്കുക. പിന്നെ നമ്മൾ നല്ല പോഷകാഹാരം കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, നല്ല സ്റ്റാർട്ടറും തീറ്റയും കാര്യങ്ങളും. കാരണം ഇവരെ രക്തമൊക്കെ ഊറ്റി കുടിച്ചിട്ട് ഇവർക്ക് ഒന്നിനും ഉള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല ആഹാരങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കോഴിപ്പേനൊക്കെ പോവും. ഫ്ലൈറ്റിക്ക് നല്ലൊരു മരുന്നാണ് കേട്ടോ, അത് കൊടുത്താൽ മാറാറുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ മുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മഴക്കാലത്തൊക്കെ വരുമല്ലോ, അപ്പോൾ ഇവർക്ക് ഉണങ്ങും വേണ്ടേ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ബോറോൺ പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അത് ഈ വാലിൻ്റെ അവിടെയും നടുഭാഗത്തും ഈ പിന്നെ തലയുടെ അവിടെയും ഓരോ ഇറ്റിങ്ങനെ ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ
കോഴിപ്പേന് പെട്ടെന്ന് പോകട്ടോ. അതും നല്ല കാര്യമാണ് ബോറോൺ ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കോഴിപ്പേനെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നിസ്സാരമാക്കിയിട്ട് നിങ്ങൾ കളയണ്ട. കോഴിപ്പേൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ, ആകെ ഫാമേ അടിച്ച് തുടച്ച് പോകും. കാരണം തോനപ്പൻ ഇവിടേക്ക് എന്താണ് കുറേ കോഴികളുണ്ട്, ഇവിടേക്ക് ഒരു കോഴിപ്പേൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എല്ലാത്തിനും കൂടി പിടിച്ച് മരുന്ന് കൊടുക്കാനും എല്ലാത്തിനും പിടിച്ച് ഇതാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് 1-2 ആളെ സഹായങ്ങൾ വേണം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിപ്പേന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോറോണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിക്കോ മേടിച്ചിട്ട് നിങ്ങൾ മുക്കിയിട്ട് കോഴികളെ മുക്കിയിട്ട് വെയിലുള്ള ദിവസം മുക്കി വിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. താങ്ക് യു.